മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് SFI നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് SFI ആലുവ ഏരിയ കമ്മിറ്റി അംഗം അദീൻ നാസറിനെതിരെ കേസെടുത്തത്. ചൂണ്ടി ഭാരതമാതാ ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ് അദീൻ നാസർ. ശ്യാംകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, എന്തായാലും കോടതിയിലേക്ക് പോകാൻ പറഞ്ഞ നിലപാടിൽ നിന്ന് പോലീസ് മാറിയിരിക്കുന്നു വാർത്തയെ തുടർന്ന്. ഏതൊക്കെ വകുപ്പുകളാണ് ഈ നിയമ വിദ്യാർത്ഥി കൂടിയായ SFI നേതാവിനെതിരെ ചുമത്തിയിരിക്കുന്നത്? ഗൂഗിൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണെങ്കിലും എടത്തൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. SFIയുടെ ഏരിയ കമ്മിറ്റി അംഗം, ആലുവ ഏരിയ കമ്മിറ്റി അംഗവും ഭാരത് മാതാ ലോ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയുമായ അദീനെതിരായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കലാപഹ്വാനത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. IPC 153, 426 എന്നീ വകുപ്പുകളിൽ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഇയാൾക്കെതിരായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ നൽകിയ പരാതിയിൽ കോളേജ് മാനേജ്മെന്റ് നടപടിയെടുത്തില്ല. പോലീസിൽ നൽകിയ പരാതി പോലീസ് സ്വീകരിക്കാനും തയ്യാറായില്ല. ഒടുവിൽ 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പരാതിക്കാരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇയാൾക്കെതിരായിട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഒരു നിയമ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യം തന്നെയാണ് ചെയ്തത്. രാഷ്ട്രപിതാവിനെ അപമാനിക്കൽ. അതിലാണ് ഇപ്പോൾ എടത്തല പോലീസ് ഗത്യന്തരമില്ലാതെ ഏറ്റവും അവസാനം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശരി, തമാശയ്ക്കുള്ളതല്ല ഗാന്ധി പ്രതിമ എന്നതൊക്കെ ഒരു നിയമ വിദ്യാർത്ഥിയൊക്കെ ഇനി എന്നാണ് അവർക്ക് ബോധ്യം വരിക എന്നറിയില്ല. ഏതായാലും പോലീസ് നിലപാട് മാറ്റിയിരിക്കുന്നു. SFI നേതാവിനെതിരെ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ശ്യാംകുമാറാണ് വിവരണം നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.